പക്ഷേ നിങ്ങളുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല. അടുത്ത സാധനം അവൻ പറയാണ്. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, നമ്മുടെ പാർട്ടി കേഡർ പാർട്ടിയല്ല. എന്താണ് കേഡർ എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു മുകളിൽ നിന്ന് താഴത്തോട്ട് പറയും നമ്മൾ അനുസരിക്കും. അവന് തിരിച്ചു വല്ലതും പറയാൻ പറ്റുമോ? അതില്ല, നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകണം. ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് ഇത് രാത്രിയാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കണം. അതാണ് കേഡറിന്റെ ഒരു പ്രധാന സിസ്റ്റം. അപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ, ആരെങ്കിലുമൊക്കെ കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ പാർട്ടിയിൽ ഉണ്ടാവുമല്ലോ, ഇവര് തിരിച്ചു ചോദിക്കൂല്ലോ ചേട്ടാ ഇതിപ്പം രാവിലെ അല്ലേ, ഇത് രാത്രി അല്ലല്ലോ, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? പുള്ളി പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ പുള്ളിനെ അപ്പം തന്നെ നമ്മൾ വർഗ്ഗശത്രുവായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ വേറെ കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ഇപ്പം നിങ്ങൾ പറയുന്നില്ല, അത് വേറെ ഐറ്റമാണ് എന്നും പറഞ്ഞ് ഇവനിതിന് വീണ്ടും വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു നീ പറഞ്ഞൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം കോൺഗ്രസിന് അണികളുണ്ട്, കോൺഗ്രസിന് അംഗങ്ങളുണ്ട്, പക്ഷേ കോൺഗ്രസിന് അടിമകളില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. എന്നാൽ പുള്ളി പറഞ്ഞു അടിമത്തത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല.